മാവല്ലേ? കപ്പ വെച്ചിട്ടുണ്ടല്ലോ. അശോപ്പിയുടെ പണി എനിക്ക് കപ്പ. അത് കപ്പ കൊണ്ട് കാണുന്നിടത്തൊക്കെ കുത്തിയില്ല. ഒരു കപ്പ വെക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഈ ഒരു 10 ചോടല്ലേ, 10 ചോട് നടുക. അപ്പോൾ ഫുൾ ടൈം കപ്പയായി. ചില ആൾക്കാർ ഭയങ്കര ഇടിവെട്ടായി പോയിട്ടോ, മിന്നിപ്പോയി. ഭയങ്കര ഇടിവെട്ടായി പോയി. അടയ്ക്കാൻ ഇതിനകത്ത് ആവശ്യമില്ല. അല്ലെന്ന് ഇത് മണ്ണിടിച്ച് മണ്ണ് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അറ്റത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മണ്ണ് പിടിച്ച് നിർത്താൻ വേറെ സാധനം ഉണ്ട്. എന്നറിയോ? മഞ്ഞ കളറിലെ മുള. പക്ഷെ വേറെ പാമ്പ് നല്ലോണം കയറിയിരിക്കും. അത് പാമ്പ് കയറി അതിനകത്തേക്ക് നമ്മൾ കയറാത്തതുകൊണ്ട് പാമ്പ് അവിടെ വളർത്താനായിട്ട് സൗകര്യം. മഞ്ഞ മുളയുടെ അങ്ങനെ മുള ഏത് വെച്ച് കഴിഞ്ഞാൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവും. കണ്ടിരുമാനം ഇതിങ്ങനെ തെളിച്ച് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്ര ഈ ചെടിയൊന്നും നടാൻ അശോപ്പിക്കാറില്ല. അയ്യോ, വളർത്തരുത് തന്നെ. ഇതൊക്കെ വെട്ടി വെട്ടി നടക്കും. എന്നാ കയറി പോരും. കയറി പോരും. കയറി വിഷമിക്കും അല്ലേ? ഞാനത് 4 പ്രാവശ്യം കയറി. എന്റെ കാലിന്റെ മുട്ടിന്റെ വേദനയൊക്കെ മാറിയിപ്പോ. ആണ് ഇങ്ങനെ കയറി നടന്നത്. അതുപോലെ വണ്ണം കുറയും, ഒരു ആരോഗ്യമാവും. ഒരു 2-3 ട്രിപ്പ് ഉണ്ടല്ലോ നടന്നാൽ മാത്രം മതി. വേറെ എങ്ങും നടക്കണ്ട. പിന്നെ ഒന്ന് നോക്കുകയാണ്, ഈ ഉരുളങ്കല്ലായോണ്ടേ ശ്രേയെന്ന് പറഞ്ഞ് തെറ്റിയങ്ങ് പോകും. ഇതിന് കട്ട ഒന്നും ഇട്ടാൽ പറ്റില്ല. കുറെ കഴിയുമ്പോൾ പൂവും കട്ടൊക്കെ കരിങ്കൽ ഇറക്കിയിട്ടുണ്ട്. ചുമ്മാ മടവയ്ക്കാൻ ഇറക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ല പായ്യാ മതി. നല്ല മടവയ്ക്കാൻ ഇറക്കി ആദ്യം അങ്ങ് ഇടണം. കരിങ്കല്ല് പാകണല്ലോ. അത് പറയുന്നത് തണ്ണിമത്തം കണ്ടായിരുന്നു പോലെ അവിടെ കണ്ടിട്ട് പോവാ. ഇതൊക്കെ എന്നാ ചെയ്ത്? ഇത് പയറ്, കുറ്റിപ്പയറ്, മാവല്ലേ? ഇത് എവിടെയൊക്കെ കപ്പ ഇട്ടിട്ടുണ്ടോ? അതൊക്കെ ഇതൊക്കെ പൊട്ടി വന്നതേ ഉള്ളൂ. മറ്റേ ഇതാണ് തണ്ണിമത്തൻ. അതായിട്ടില്ല. ഇതൊക്കെ മാവുകളാണ്. ഇതാണ് തണ്ണിമത്തൻ അല്ലേ? ഇതാണ് തണ്ണിമത്തൻ. പെട്ടെന്ന് കിടക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇത്? ഇത് ഉണ്ടായിട്ടുണ്ട്. വേണോ? ഞാൻ മാറ്റിക്കോളാം. കൊണ്ടുവന്ന് മാറ്റാതെ ഉണ്ടത്. ഇതല്ലേ തണ്ണിമത്തൻ? ഇത് മറ്റേ പുതിയ മോഡൽ തണ്ണിമത്തനാണല്ലോ ഇത്. പഴയ ടൈപ്പ് അല്ല ഇത് അല്ലേ? എവിടെ? ഈ പുല്ലിന്റെ അടി. തണ്ണിമത്തൻ. പിന്നെ അവിടെ ഉണ്ടല്ലേ? കിടക്കും. വലുതായിട്ടുണ്ടോ ഇത്? കിടക്കുന്നുണ്ട്. തണ്ണിമത്തൻ ഇതിന്റെ ഇടയ്ക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കൂടെയാണോ ഇത്? ആകാശം കാണാവുന്ന കൂടെയാണ്. വേലത്ത് പിടിക്കാൻ പറ്റില്ല. താഴത്തെ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തെ മുഴുവനും ഇതുണ്ടല്ലേ, മാവ്, തെങ്ങ്, തൈകൾ. ഇത് കണ്ടില്ലേ? 18-ാം പട്ടയാണോ ഇത്? 18-ാം പട്ട. ഈണ്ടടി ഒക്കെയാണ്. ഇനിയിപ്പോ നനയ്ക്കേണ്ട ആവശ്യമില്ല ചെയ്ത്. പിന്നെ അരിക് മുഴുവൻ അടയ്ക്കാൻ വരെ. ഇത് വേണ്ട, അടയ്ക്കാൻ വരെ വെച്ച് പോകാതിരിക്കാൻ വേണ്ടിട്ട് മൊത്തം അടയ്ക്കാൻ വരെ. അങ്ങ് അറ്റത്തും ഞാറ്റം വരും. മണ്ണിടിയുമായിരിക്കും. അതാണ്. അതുകൂടാതെ കപ്പൽ മാവ്. ഒരു നേരം മുഴുവനും കപ്പൽ മാവ് ശരിക്കും പറഞ്ഞ അന്യം നിന്ന് പോയൊരു സാധനം അല്ലേ? ഇവിടെയൊക്കെ മുമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാണണം അങ്ങ് ഇറങ്ങി ചെന്നാൽ മതി. കപ്പൽ മാവ് ഇറങ്ങിച്ചല്ലേ നമുക്ക് കാണാം. താഴത്തേക്ക് ഇറങ്ങിച്ചല്ല. കാണുമ്പോ ചെറിയ സ്ലോപ്പാണെങ്കിൽ തോന്നിയാലുണ്ടല്ലോ, നല്ല കുത്തനെ ഇറക്കായത്. ആണല്ലേ? ഇതാകുമ്പോ ചിലപ്പോ തെറ്റിപ്പോവും. ഇതല്ല, ഇത് മാവാണോ ഇത്? ഓൾ സീസൺ. അപ്പൊ എപ്പോഴും ഉണ്ടാണത്? ഓൾ സീസൺ ഇതല്ലേ? പക്ഷെ ഇപ്പൊ മാങ്ങയൊന്നും ഇല്ലല്ലോ. ഒരു 2-3 വർഷം എടുക്കും ആയി വരെ. ഇത് സീസൺ കഴിഞ്ഞില്ലേ? ഇപ്പൊ കുറച്ച് സമയം എടുക്കും. ഏതാ കപ്പൽ മാവ്? കപ്പൽ മാവ് 1-2 ഉള്ളത്. ഇതിന് മാത്രം കപ്പൽ കാട് പോലെ ആയിരിക്കല്ലേ ഇത്? കപ്പൽ മാവാ.
ഓ ഓ ഓ. പക്ഷെ അത് കാട് പോലെ ആയില്ലേ ഇത്? അതൊന്നുമില്ല, അതൊക്കെ വെട്ടി വെട്ടി നിർത്തും. ഉണ്ടോ അങ്ങേറ്റം വരെ കപ്പലുമാവും. ഇവിടുന്ന് അങ്ങോട്ട് കപ്പലുമാവും വേണ്ട. ഇതൊക്കെ ആ ഈ താഴ്ചയിൽ മണ്ണിടിച്ച് പോയിരിക്കാൻ വേണ്ടിയിട്ടാ. ആ കാരണം ഇത് നല്ലൊരു സ്ലോപ്പാണ് കേട്ടോ. അതിലെ പ്ലാവ്, ഭയങ്കര കയറ്റത്. പ്ലാവ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വരെ ഇതിപ്പോ പാഴ്മരാന്നല്ലേ? ഇതൊക്കെ പഴയത്. അത് വെട്ടിക്കളഞ്ഞിട്ട് മണ്ണിടിച്ച് വെട്ടി കളയേണ്ടത്. ചേര ഇറക്കി നിർത്തിയാൽ മാത്രം.